ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങളുടെ കാർഡിലെ ക്രെഡിറ്റ് ലിമിറ്റ് കണ്ട് സന്തോഷിക്കുന്നതിന് മുമ്പ് ഈ കണക്കുകൾ കൂടി അറിയണം. ആദ്യ ക്രെഡിറ്റ് കാർഡ് ലഭിച്ച് വെറും 3 മാസത്തിനുള്ളിൽ തന്നെ 28% യുവാക്കൾക്കും 25,000-ൽ കൂടുതൽ കുടിശ്ശികയാകുന്നു. ഒരു വർഷത്തിനുള്ളിൽ 69% പേർ മറ്റൊരു സുരക്ഷിതമല്ലാത്ത വായ്പയും എടുക്കുന്നു. അതായത് ക്രെഡിറ്റ് കാർഡ് കയ്യിലെത്തി അധികം വൈകാതെ തന്നെ പല യുവാക്കളും ഒരു കടത്തിൽ നിന്ന് മറ്റൊരു കടത്തിലേക്ക് നീങ്ങുകയാണ്. 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം പുതുതായി ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവരിൽ പകുതിയിലധികവും 30 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള ജെൻസി യുവാക്കളാണ്. 24-നും 30-നും ഇടയിൽ പ്രായമുള്ളവരിൽ 3-ൽ-1 ഇതിനകം തന്നെ 2 അതിലധികമോ ക്രെഡിറ്റ് ഉൽപ്പന്നങ്ങളുമുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് തെറ്റാണോ? അല്ല. ശരിയായി ഉപയോഗിച്ചാൽ സൗകര്യപ്രദമായ പേയ്മെന്റ് സംവിധാനം, അടിയന്തര സാമ്പത്തിക സഹായം, റിവാർഡ് പോയിന്റ്സ്, ക്യാഷ് ബാക്ക്, മികച്ച ക്രെഡിറ്റ് സ്കോർ എന്നിവ ക്രെഡിറ്റ് കാർഡ് നൽകും. പക്ഷെ ക്രെഡിറ്റ് കാർഡിനെ സ്വന്തം വരുമാനമായി കാണാൻ തുടങ്ങിയാൽ അവിടെയാണ് അപകടം. ക്രെഡിറ്റ് ലിമിറ്റ് നിങ്ങളുടെ വരുമാനമല്ല. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന് 1 ലക്ഷം ലിമിറ്റ് ഉണ്ടെന്ന് കരുതുക. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഓരോ മാസവും 1 ലക്ഷം ചെലവഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടെന്നല്ല. ബാങ്ക് നിങ്ങൾക്ക് കടമായി നൽകാൻ തയ്യാറുള്ള പരമാവധി തുകയാണ് ക്രെഡിറ്റ് ലിമിറ്റ്. നിങ്ങളുടെ യഥാർത്ഥ ചെലവഴിക്കൽ ശേഷി എങ്ങനെ കണ്ടെത്താം? പ്രതിമാസം കയ്യിൽ ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് വീട്ടുചെലവ്, വാടക, നിലവിലുള്ള EMI, നിക്ഷേപം, ഇൻഷുറൻസ്, അടിയന്തര ഫണ്ട് എന്നിവ മാറ്റിവെക്കുക. അതിനുശേഷം ശേഷിക്കുന്ന തുകയിൽ നിന്നായിരിക്കണം ക്രെഡിറ്റ് കാർഡ് ചെലവ് തീരുമാനിക്കേണ്ടത്. ശമ്പളത്തിന്റെ കുറഞ്ഞത് 20% സേവിങ്സിനായി മാറ്റിവെക്കുന്നത് നല്ല ശീലമാണ്. ഓരോ മാസവും ക്രെഡിറ്റ് കാർഡ് ബിൽ പൂർണ്ണമായി അടയ്ക്കാൻ കഴിയുന്നവർക്ക് മാത്രം ടേക്ക് ഹോം സാലറിയുടെ ഏകദേശം 20 മുതൽ 30% വരെ കാർഡ് ചെലവിനായി ഉപയോഗിക്കാം. അതേസമയം എല്ലാ വായ്പകളുടെയും ആകെ EMI ബാധ്യത ടേക്ക് ഹോം ഇൻകമിന്റെ 35 മുതൽ 40%-ൽ താഴെ ആയിരിക്കണം. ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ, അതായത് ലഭ്യമായ ക്രെഡിറ്റ് ലിമിറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന തുക സാധാരണയായി 30%-ൽ താഴെ നിലനിർത്തുന്നതാണ് നല്ലത്. മികച്ച ക്രെഡിറ്റ് സ്കോർ ലക്ഷ്യമിടുന്നവർക്ക് 10 മുതൽ 20% വരെയുള്ള ഉപയോഗം കൂടുതൽ അനുയോജ്യമാണ്. ഉദാഹരണത്തിന്, ക്രെഡിറ്റ് ലിമിറ്റ് 1 ലക്ഷം ആണെങ്കിൽ സ്ഥിരമായി 30,000-ൽ താഴെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. മിനിമം ഡ്യൂ എന്ന കെണി. ക്രെഡിറ്റ് കാർഡ് ബില്ലിൽ 2 തുകകൾ കാണാം: ടോട്ടൽ എമൗണ്ട് ഡ്യൂ, മിനിമം എമൗണ്ട് ഡ്യൂ. ഇതിൽ മിനിമം ഡ്യൂ മാത്രം അടച്ചാൽ പ്രശ്നമില്ലെന്ന് പലരും കരുതുന്നു. പക്ഷെ മിനിമം ഡ്യൂ അടയ്ക്കുന്നത് വൈകിയ പേയ്മെന്റിനുള്ള പിഴ ഒഴിവാക്കാൻ മാത്രമാണ് സഹായിക്കുക. ബാക്കിയുള്ള തുകയ്ക്ക് പലിശ തുടർന്നും കണക്കാക്കും. ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡുകളുടെ വാർഷിക പലിശ സാധാരണയായി 36 മുതൽ 48% വരെ എത്താം. അതിനു മുകളിൽ GSTയും വൈകിയ പേയ്മെന്റിനുള്ള ചാർജുകളും വന്നേക്കാം. മാത്രമല്ല, പഴയ കുടിശ്ശിക നിലനിൽക്കുമ്പോൾ പുതിയ വാങ്ങലുകൾക്ക് ലഭിച്ചിരുന്ന പലിശരഹിത കാലാവധിയും നഷ്ടപ്പെട്ടേക്കാം. അതിനാൽ 50,000 രൂപയുടെ ബില്ലിൽ മിനിമം ഡ്യൂ മാത്രം അടച്ച് മാസങ്ങളോളം മുന്നോട്ട് പോയാൽ നിങ്ങൾ വാങ്ങിയ സാധനത്തിന്റെ വിലയേക്കാൾ വലിയ തുക അവസാനം തിരിച്ചടക്കേണ്ടി വന്നേക്കാം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ്: ഓരോ മാസവും ടോട്ടൽ എമൗണ്ട് ഡ്യൂ പൂർണ്ണമായും അടയ്ക്കുക. അത് സാധ്യമല്ലെങ്കിൽ ആ വാങ്ങൽ നടത്താനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കില്ലെന്ന് കരുതുന്നതാണ് സുരക്ഷിതം. കടബാധ്യത കൈവിട്ടു പോകുന്നതിന്റെ മുന്നറിയിപ്പുകൾ. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അപകടത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങളുണ്ട്. എല്ലാ മാസവും മിനിമം ഡ്യൂ മാത്രം അടയ്ക്കുന്നു. ഒരു കാർഡിലെ കുടിശ്ശിക മറ്റൊരു കാർഡ് ഉപയോഗിച്ച് അടയ്ക്കുന്നു. ഭക്ഷണം, ഇന്ധനം, പലചരക്ക് സാധനങ്ങൾ തുടങ്ങിയ പതിവ് ചെലവുകൾക്ക് പോലും കാർഡിനെ ആശ്രയിക്കുന്നു. ബില്ലടയ്ക്കേണ്ട തീയതി അടുത്താൽ ആശങ്കയും സമ്മർദ്ദവും വർദ്ധിക്കുന്നു. മൊബൈൽ ഫോൺ, വസ്ത്രം, യാത്ര തുടങ്ങിയ സാധാരണ ചെലവുകൾക്ക് പോലും EMI ആക്കുന്നു. ക്രെഡിറ്റ് ലിമിറ്റിന്റെ 30 മുതൽ 40%-ൽ കൂടുതൽ എല്ലാ മാസവും ഉപയോഗിക്കുന്നു. ഇതിൽ ഒന്നിലധികം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പുതിയ വാങ്ങലുകൾ താൽക്കാലികമായി നിർത്തണം. എല്ലാ കാർഡുകളിലെയും കുടിശ്ശിക, പലിശ നിരക്ക്, EMI, ഡ്യൂ ഡേറ്റ് എന്നിവ എഴുതി വെച്ച് വ്യക്തമായി തിരിച്ചടവ് പദ്ധതി തയ്യാറാക്കണം. ക്യാഷ് ബാക്ക് ലഭിക്കാൻ വേണ്ടി പണം ചെലവഴിക്കരുത്. 5,000 രൂപയുടെ സാധനം വാങ്ങിയാൽ 500 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കും എന്ന ഓഫർ കണ്ടാൽ നമ്മൾ 500 രൂപ ലാഭിച്ചു എന്ന് തോന്നും. പക്ഷെ ആ സാധനം ആവശ്യമില്ലാത്തതായിരുന്നെങ്കിൽ നിങ്ങൾ ലാഭിച്ചത് 500 അല്ല, നഷ്ടപ്പെടുത്തിയത് 4,500 രൂപയാണ്. റിവാർഡ് പോയിന്റ്സ്, ക്യാഷ് ബാക്ക്, ഡിസ്കൗണ്ട് എന്നിവ വാങ്ങാനുള്ള കാരണമാകരുത്. നിങ്ങൾ വാങ്ങാൻ നേരത്തെ തീരുമാനിച്ചിരുന്ന സാധനത്തിന് ലഭിക്കുന്ന അധിക ആനുകൂല്യമായി മാത്രം അവയെ കാണുക. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നേരിട്ട് പണം പിൻവലിക്കുന്നതും പരമാവധി ഒഴിവാക്കണം. ക്യാഷ് വിഡ്രോവൽ നടത്തിയ ദിവസം മുതൽ തന്നെ പലിശ ബാധകമായേക്കാം. അതിനൊപ്പം പ്രത്യേക ചാർജുകളും ഈടാക്കാം. എല്ലാ വാങ്ങലുകളും EMI ആക്കണോ?
വലിയ തുക ഒരുമിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചെറിയ കാലയളവിലേക്കുള്ള EMI കൺവേർഷൻ സഹായകരമായേക്കാം. പക്ഷെ മാസം വെറും 2,999 എന്ന പരസ്യം മാത്രം നോക്കി തീരുമാനമെടുക്കരുത്. മൊത്തം എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നതാണ് ആദ്യം നോക്കേണ്ടത്. ക്രെഡിറ്റ് കാർഡ് EMIയുടെ വാർഷിക പലിശ ഏകദേശം 10.5% മുതൽ 25% വരെ ആകാം. ഇടപാട് തുകയുടെ 1 മുതൽ 5% വരെ പ്രോസസിംഗ് ഫീ ഉണ്ടായേക്കാം. EMI ആക്കിയാൽ വാങ്ങലിലൂടെ ലഭിച്ച റിവാർഡ് പോയിന്റ്സ് റദ്ദാകാനും സാധ്യതയുണ്ട്. അതായത് 60,000 രൂപയുടെ ഉൽപ്പന്നം EMI വഴി വാങ്ങുമ്പോൾ അവസാനം 60,000-ൽ കൂടുതലായിരിക്കും നിങ്ങൾ അടയ്ക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ കുറഞ്ഞ പലിശയുള്ള പേഴ്സണൽ ലോൺ കൂടുതൽ ലാഭകരമായേക്കാം. അതിനാൽ EMI തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പലിശ, പ്രോസസിംഗ് ഫീ, GST, മൊത്തം തിരിച്ചടവ് തുക എന്നിവ താരതമ്യം ചെയ്യണം. ഭാവിയിലെ EMI അടയ്ക്കുന്നതിനായി ഭക്ഷണം, വാടക, സേവിങ്സ് തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങളിൽ കുറവ് വരുത്തേണ്ടി വരുമെങ്കിൽ ആ വാങ്ങൽ മാറ്റിവെക്കുന്നതാണ് നല്ലത്. മികച്ച ക്രെഡിറ്റ് സ്കോർ എങ്ങനെ ഉണ്ടാക്കാം? 3 ലളിതമായ ശീലങ്ങൾ മതി. ഒന്നാമത്, എല്ലാ മാസവും ക്രെഡിറ്റ് കാർഡ് ബിൽ പൂർണ്ണമായും ഡ്യൂ ഡേറ്റിന് മുമ്പ് അടയ്ക്കുക. രണ്ടാമത്, ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ 30%-ൽ താഴെ നിലനിർത്തുക. മൂന്നാമത്, ഒരേ സമയം നിരവധി ക്രെഡിറ്റ് കാർഡുകൾക്കും പേഴ്സണൽ ലോണുകൾക്കും അപേക്ഷിക്കാതിരിക്കുക. ഇത്തരം ശീലങ്ങൾ മികച്ച ക്രെഡിറ്റ് സ്കോർ നിർമ്മിക്കാൻ സഹായിക്കും. ഭാവിയിൽ ഹോം ലോൺ, വെഹിക്കിൾ ലോൺ അല്ലെങ്കിൽ ബിസിനസ് ലോൺ എടുക്കുമ്പോൾ കുറഞ്ഞ പലിശ ലഭിക്കാനും ഇത് സഹായകരമാകും. അവസാനമായി ഓർക്കേണ്ടത്, ക്രെഡിറ്റ് കാർഡ് സൗജന്യമായി ലഭിക്കുന്ന പണമല്ല, അത് കുറച്ചു ദിവസത്തേക്ക് ബാങ്ക് നൽകുന്ന വായ്പയാണ്. ക്രെഡിറ്റ് ലിമിറ്റ് നിങ്ങളുടെ വരുമാനമല്ല, മിനിമം ഡ്യൂ പൂർണ്ണ തിരിച്ചടവുമല്ല. ക്യാഷ് ബാക്ക് ലാഭമാകുന്നത് ആവശ്യമായ സാധനം വാങ്ങുമ്പോൾ മാത്രമാണ്. EMI കുറഞ്ഞതായി തോന്നിയാലും മൊത്തം ചെലവ് കൂടുതലാകാം. ഓരോ മാസവും പൂർണ്ണ ബില്ലടയ്ക്കാൻ കഴിയുന്ന തുക മാത്രം ക്രെഡിറ്റ് കാർഡിലൂടെ ചെലവഴിക്കുക. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബിൽ എല്ലാ മാസവും പൂർണ്ണമായി അടയ്ക്കുന്നവരാണോ? അതോ മിനിമം ഡ്യൂ മാത്രം അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കമന്റ് ബിലോ. ഈ വീഡിയോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനോ കുടുംബാംഗത്തിനോ ഷെയർ ചെയ്യുകയും ചെയ്യൂ. കൂടുതൽ ബിസിനസ് ആൻഡ് ഫൈനാൻസ് അപ്ഡേറ്റിന് ധനം ഓൺലൈൻ ഫോളോ ചെയ്യൂ.